അതാ അച്ഛനും മകൾക്കും വേണ്ടിയാ. എടാ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി എന്താ നിന്റെ തീരുമാനം? മാഷ് നാളെ സ്റ്റേഷനിൽ വന്നാ എന്താ സംഭവിക്കുന്നേ? അദ്ദേഹത്തെ വിളിച്ച് ഒരു കാര്യം വെളിപ്പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ മാഷ് പ്രതിയാവുന്നുള്ള കാര്യം ഉറപ്പാ. അത് വേണ്ടച്ച എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. അനന്തൻ മാഷ് അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് തനിക്ക് സംഭവിച്ച തെറ്റ് അദ്ദേഹം CIക്ക് മുന്നിൽ ഏറ്റു പറയാനാണ് സാധ്യത. ശരിയാ, എനിക്കും അത് തന്നെ അച്ഛ തോന്നുന്നത്. അത് തടഞ്ഞേ പറ്റൂ അച്ഛ. ഇല്ലെങ്കിൽ മഞ്ചാടിയായിരിക്കും അച്ഛ മാഷിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. മാഷിനെ അതിൽ നിന്ന് രക്ഷിക്കാൻ എന്താണ് ഒരു വഴി? ഒരു വഴി എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയാച്ച. ആദ്യം ഞാനൊന്ന് കുളിക്കട്ടെ. എന്നിട്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഇരുന്ന് അത്താഴം കഴിക്കണം. ബാക്കിയൊക്കെ നമുക്ക് അപ്പം പറയാം. രഘുവേട്ടൻ എന്താ ഉറങ്ങാത്തെ? രാവിലെ വണ്ടിയായിട്ട് പോണ്ടതല്ലേ? എന്ന് ഉറക്കം വരാതെ ഉറങ്ങാൻ പറ്റും അമ്പിളി? ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ചിരിക്കുന്നോണ്ടാ ഉറക്കം വരാത്തെ. ഞാൻ ആവശ്യമില്ലാത്താണ് ആലോചിക്കുന്നതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട.